ഹലോ ഫ്രണ്ട്സ്, ഹോം ടു ഹൊറൈസണിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പമായിരുന്നു കേട്ടോ. നൂലപ്പം എന്നും പറയും, ഞങ്ങളതിന് നൂലപ്പം എന്നാണ് കേട്ടോ സാധാരണ പറയാറ്. അപ്പോൾ ഞാൻ നൂലപ്പത്തിലേക്കുള്ള മാവെല്ലാം കുഴച്ചു സെറ്റാക്കി, അതെല്ലാം കുഴച്ച് കുറച്ച് നേരം വെച്ചു. അപ്പോൾ നല്ല സ്മൂത്താവും. അപ്പോൾ ഇതിനകത്തേക്ക് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കുറുമയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വെറൈറ്റി ഒന്നും പറയാൻ പറ്റില്ല, കാരണം പക്ഷേ നമ്മളെപ്പോഴും കടലക്കറി, മുട്ടക്കറി, നാളികേരപ്പാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ചിക്കൻ കുറുമ. അപ്പോൾ ഞാൻ ഇടിയപ്പത്തിനുള്ളതെല്ലാം റെഡിയാക്കി, അതെല്ലാം മച്ചിൽ പിഴിഞ്ഞു, എന്നിട്ട് ആവി കയറ്റാനായിട്ട് വെച്ചു. ഈ നേരം കൊണ്ട് ഞാൻ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് ഞാൻ ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, സോയാ സോസ്, പിന്നെ കുറച്ച് മുട്ടയുടെ വെള്ള, പിന്നെ ഉപ്പ്, ഇത്ര ഇട്ടിട്ട് കുരുമുളക് പൊടി ഇത്ര ഇട്ടിട്ട് ഞാൻ 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ അതിനൊന്ന് ജസ്റ്റ് വറുത്തെടുത്തു. ഇതിനിടയ്ക്ക് ഞാൻ 2 സവോള കനം കുറച്ചരിഞ്ഞ്, അതിനകത്ത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം ഞാൻ ഈ വറുത്ത് വെച്ചിരുന്ന ചിക്കൻ അതിനകത്തേക്ക് ഇട്ടു. എന്നിട്ട് സവോളയും ചിക്കനും കൂടി നന്നായിട്ട് ഇളക്കി മറിച്ച് അതൊന്ന് സെറ്റാവുന്നത് വരെ ഒന്ന് മൂടി വെച്ചു കേട്ടോ. അതിൽ ഞാൻ പട്ട, ഗ്രാമ്പ്, ഏലക്ക, തക്കോലം മുഴുവനോടെയാണ് ഞാൻ ഇട്ടേക്കണത്, പൊടിച്ചിട്ടല്ല ഞാൻ ഇട്ടേക്കണത്. പൊടിച്ചിട്ടിടാം, പൊടിച്ചിട്ടിട്ടാലും നല്ല ഫ്ലേവർ കിട്ടും അതിൻ്റെ. പിന്നെ ഞാൻ അതിന് ഗ്രേവി ആവാൻ വേണ്ടി നാളികേരപ്പാലാണ് ഒഴിച്ചത്. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടോ, വെളുത്തിരിക്കാണ്ടിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടതാണ്. എരിവിന് വേണ്ടി ഞാൻ 2 പച്ചമുളക് ഇട്ടുള്ളൂ, ബാക്കി ഞാൻ കുരുമുളക് പൊടി ഇട്ടിട്ടാണ് എരിവിനുള്ള അതിനകത്തേക്ക് കുരുമുളക് പൊടി ഇട്ടുകൊണ്ട്. അല്ലെങ്കിൽ കുറച്ച് എരിവില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറുമക്ക് ടേസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും ഉണ്ടാക്കുന്നതിൽ വ്യത്യസ്തമായിട്ടൊരു കറിയാണെങ്കിൽ നമുക്ക് ഇടിയപ്പം കഴിക്കാൻ ഇഷ്ടമാണ്. ഇടിയപ്പം ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഞാൻ ഉണ്ടാക്കുന്നതാണ്, നിങ്ങളെല്ലാവരും അതുപോലെയൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതുപോലെ ഇടയ്ക്ക് വ്യത്യസ്തമായിട്ട് ഒരു ചിക്കൻ കുറുമയൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് വളരെയധികം രുചിയോടുകൂടി ഇഷ്ടത്തോടു കൂടി ഇടയ്ക്കൊന്ന് കഴിക്കാൻ തോന്നും. അപ്പോൾ അങ്ങനെ ഇടയ്ക്കൊന്ന് വ്യത്യസ്തമായിട്ട് കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഇങ്ങനെ ഒരു ചിക്കൻ കുറുമയൊക്കെ ഉണ്ടാക്കി നോക്കാം. കൂടാതെ ഞാനപ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞ് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതും കൂടി ആ ചിക്കൻ കുറുമയിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക സ്മെല്ലും ഒരു ടേസ്റ്റും ആയിരിക്കും അതിന്. പിന്നെ കൂടാണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് മുട്ട പുഴുങ്ങും. പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങൾ നല്ല അടിപൊളി നെസ്കഫയുടെ കോഫിയും കൂടിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഒന്നും പറയാനില്ല, നല്ല സൂപ്പറായിട്ട് വയറ് നിറച്ച് നമുക്ക് ഇടിയപ്പവും ചിക്കൻ കുറുമയും കൂട്ടിയിട്ട് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. പിന്നെ കുറുമയിൽ നമ്മൾ വേണമെങ്കിൽ കുറച്ച് ഗ്രീൻ ബീൻസ്, കുറച്ച് ഉരുളക്കിഴങ്ങ്, കുറച്ച് ക്യാരറ്റും കൂടെ വേവിച്ചിട്ടാൽ ചിലവർക്ക് അതിഷ്ടം. ഇവിടെ നിങ്ങൾക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അത് ഇടാറില്ല. ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കൂ, സൂപ്പറായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ്.